ഹേ ഗൈസ്, നമ്മൾ 4K സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആക്കിയതുകൊണ്ട് തന്നെ നമ്മൾ ഗീവ് അവേ കൊടുക്കാനായിട്ട് പോവുകയാണ്. ഒരാൾക്ക് റെഡീം കോഡ്, ഒരാൾക്ക് സാമിൻ്റെ KPRPയിൽ ബേസ് ആയിട്ടുള്ള VIP പ്ലാനും, അതുപോലെ തന്നെ ഒരാൾക്ക് സൂപ്പർ GTയും, ഒരാൾക്ക് 30 ലക്ഷം IG ക്യാഷും, ഒരാൾക്ക് ഒരു 20 ലക്ഷം IG ക്യാഷും. ആ ഒരു രീതിക്കാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. വീഡിയോ ഫുള്ളായിട്ട് കാണുന്നവർക്ക് എങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അതുപോലെ തന്നെ CNCയുടെ ഒരു ഗ്യാങ് കണക്കത്തെ ഒരു സംഭവം തുടങ്ങുന്നുണ്ട്. ജസ്റ്റ് മോഡറേറ്റേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. നേരെ വീഡിയോയിലേക്ക് കിടക്കും. അപ്പോൾ ആദ്യം നമുക്ക് ഈ 4K സബ്സ്ക്രൈബറായിട്ട് നമ്മൾ എന്ത് മാറ്റങ്ങളാണ് നമ്മളെ വീഡിയോസിന് കൊണ്ടുവരുന്നതെന്ന് നോക്കാം. മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാമ്പ് റിലേറ്റഡുള്ള കണ്ടൻറ്റുകളിലാണ് ഇനി കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്ന് വെച്ചാൽ ഫ്രീ ഫയർ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് നിർത്തുന്നതല്ല. ഒരു 90% നമ്മൾ സാമ്പ് റിലേറ്റഡ് കണ്ടൻറ്റും കാര്യങ്ങളും തന്നെ ആയിരിക്കും. ബാക്കിയുള്ള ഗെയിംസിലേക്ക് അത്രയ്ക്ക് കിട്ടിലും കണ്ടന്റ് നല്ല രീതിക്ക് നമുക്ക് വ്യൂസും കാര്യങ്ങളും കിട്ടുന്ന ക്വാളിറ്റി കണ്ടൻറ്റ്സ് മാത്രമായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുക. ഇനി നമ്മളിടുന്ന എല്ലാ വീഡിയോസിനും നല്ല ക്വാളിറ്റി കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ സാമിൻ്റെ കുറേ മോഡ് പാക്കും കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ, അതായത് നമ്മുടെ ഈ മോഡ് പാക്ക് എല്ലാം ഒരു വീഡിയോ ഓൾറെഡി ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ മുടക്കില്ലാതെ വീഡിയോസും കാര്യങ്ങളും കാണാനായിട്ട് പറ്റും. അപ്പോൾ മോഡ് പാക്കിന് ഒരു 10 ദിവസം കൂടുമ്പോഴത്തേക്കും ഷെഡ്യൂൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓരോ 10 ദിവസം നിങ്ങൾക്ക് ഈ ഒരു മോഡ് പാക്ക് വീഡിയോസ് വരും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കിട്ടുന്ന പുതിയ പുതിയ കണ്ടൻറ്റും സാമിൻ്റെ ട്യൂട്ടോറിയൽസും, അതുപോലെ തന്നെ സാമിൻ്റെ പുതിയതായിട്ട് വരുന്ന APKs, പുതിയ സാമിൻ്റെ അലൈൻ സാമിൻ്റെതും ഈഗിൾ സാമിൻ്റെതും KP സാമിൻ്റെയും CNC സാമിൻ്റെയൊക്കെ അപ്ഡേറ്റും കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരും. പിന്നെ അത് കണക്ക് തന്നെ നമ്മൾ KPRPയിലോട്ട് വരുന്ന പുതിയ അപ്ഡേറ്റും കാര്യങ്ങളും അറിയിക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഗീവ് അവേയുടെ കാര്യത്തിലേക്ക് വരാം. ഗീവ് അവേയുടെ കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ CNC ഗ്യാങ് എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണത് നമ്മുടെ മോഡറേറ്റേഴ്സിനെ കിട്ടാനും, അതുപോലെ തന്നെ നമുക്ക് CNC ഗ്യാങ് എന്ന് പറഞ്ഞാൽ നമ്മൾ KPRPയിലേക്ക് കൊണ്ടുവരണം. അതൊരു ഗ്യാങ് ആയിട്ടൊന്നുമല്ല, ജസ്റ്റ് ഒരു ഫാമിലി കണക്കാണ്. നമ്മളതിന് ഇട്ടേക്കണ പേര് മാത്രമാണ് CNC ഗ്യാങ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇത്ര മാത്രം ചെയ്താൽ മതി. നമ്മുടെ CNC വൈറ്റിയുടെ ഡിസ്കോഡിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. ജസ്റ്റ് അതിൽ ജോയിൻ ചെയ്യാൻ, അതിനകത്ത് ടിക്കറ്റ് കാണാനായിട്ട് പറ്റും. ടിക്കറ്റ് വെച്ചിട്ട് എനിക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മോഡറേറ്ററായിട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ KPRPയിൽ CNC ഗ്യാങ്ങിനോടൊപ്പം നിങ്ങൾക്ക് കളിക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിക്ക് സപ്പോർട്ടും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. കാര്യം കുറേ പേർക്ക് ഈ ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഇല്ലാതെ കുറേ പേർക്ക് RP കളിക്കാൻ ഒരു താല്പര്യമില്ലാതാവുന്നവരുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ ഓൾറെഡി RP അങ്ങനെ കളിക്കാറില്ല. അപ്പോൾ എനിക്കൊരു ഗ്യാങ് കണക്കൊരു സംഭവം ബിൽഡ് ചെയ്തെടുക്കണമെന്നുണ്ട്. അതായത് ജസ്റ്റ് ഒരു ഫാമിലി പോലെ ഒരു സംഭവം ബിൽഡ് ചെയ്തെടുക്കണമെന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം തുടങ്ങിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമം എല്ലാവരും ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി വേറെ ഏതെങ്കിലും ഗ്യാങ്ങുകളിലൊക്കെ ഉള്ളവർക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്യാങ്ങിൻ്റെ കാര്യം. പിന്നെ മോഡറേറ്ററിൻ്റെ കാര്യം പറയാനുണ്ടല്ലോ, നമ്മുടെ ലൈവും കാര്യങ്ങളും ഒക്കെ കാണുമ്പോഴത്തേക്കും സ്പെഷ്യൽ ബാഡ്ജ് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമ്മുടെ ലൈവ് ആക്റ്റീവായിട്ട് കാണും. ഇപ്പോൾ തന്നെ നമ്മുടെ ലൈവ് കാണുന്നൊരു 10 പേരെങ്കിലും ഉണ്ട്, ഡെയിലി കാണും അത് ആക്റ്റീവായിട്ട്. അപ്പോൾ അവർക്ക് മോഡറേറ്ററിലേക്ക് വരണമെന്നാണ് ആഗ്രഹം എന്ന് പറഞ്ഞാൽ. അപ്പോൾ മാക്സിമം പറ്റുന്നവരൊക്കെ CNC വെച്ചിട്ട് DCയിൽ ജോയിൻ ചെയ്തിട്ട് അവിടെ ടിക്കറ്റ് റേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ കയറാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം മതി. അതുപോലെ തന്നെ നമുക്ക് CNC വെച്ചിട്ട് വാട്സപ്പ് ചാനലുണ്ട്, അതിനകത്ത് നിങ്ങൾ ജോയിൻ ചെയ്ത് വയ്ക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിന് നമ്മൾ ഇനി തൊട്ട് സാമിൻ്റെ വെഹിക്കിൾ മൂഡ്സൊക്കെ അതിനകത്ത് ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ CNC വൈറ്റിയുടെ ഡിസ്കോഡ് ചാനലിൽ നമ്മൾ ഇനി തൊട്ട് കിടിലും മോഡുകൾ, കാറുടെ മോഡുകൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നേരെ CNC വൈറ്റിയുടെ DCയിൽ ജോയിൻ ചെയ്തിരിക്കണം. അപ്പോൾ അതിന് ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലായിട്ട് കൊടുത്തേക്കാം. അപ്പോൾ ഇനി നമുക്ക് ഗീവ് അവേയുടെ കാര്യങ്ങൾ നോക്കാം. ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ DCയിൽ ജോയിൻ ചെയ്തിരിക്കുക. അതായത് സാമ്പ് കളിക്കുന്ന പ്ലേയേഴ്സ് ആണെങ്കിൽ KPRPയുടെ DC ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ CNCയുടെ DCയിലും ജോയിൻ ചെയ്യണം. ഓക്കെ, ഇനി അല്ല ഫ്രീ ഫയർ കളിക്കുന്ന പ്ലേയേഴ്സാണ്, റെഡിയും കോഡിന് വേണ്ടിയിട്ട് വരുന്നവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും KPRPയുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്തിരിക്കണം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഓൾറെഡി കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് ജോയിൻ ചെയ്താൽ മതി. എന്നിട്ട് പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തേക്കണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഹൈപ്പും കൂടെ കൊടുത്തിട്ടേക്കാം. ഓക്കെ, വീഡിയോയ്ക്ക് നല്ല രീതിക്ക് ഹൈപ്പ് കൊടുത്താൽ നമുക്ക് റീച്ച് കിട്ടത്തുള്ളൂ. അപ്പോൾ ഹൈപ്പും കൂടെ കൊടുത്തിട്ടേക്കുക. അപ്പോൾ ഹൈപ്പ് കൊടുക്കണം എങ്ങനെയാണെന്ന് അറിയില്ല, കമൻറ്റ് സെക്ഷൻ ജസ്റ്റ് റൈറ്റിലോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഹൈപ്പ് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ മാക്സിമം എല്ലാവരും ഹൈപ്പും കൂടെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് ഇടുക. മിനിമം ഒരു 10 വേർഡ്സ് എങ്കിലും വരണമെങ്കിൽ ഒരു കമൻറ്റ് ഇടുക. ഓക്കെ, അപ്പം ആ കമൻറ്റും നമ്മൾ ഓൾറെഡി നോക്കുന്നതായിരിക്കും. ജസ്റ്റ് കമൻറ്റ് ഇടുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പ് 5 പേരാണ് നമ്മൾ എടുക്കുക. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ ലൈക്ക് ഇട്ടേക്കുന്ന 5 കമൻറ്റുകൾ എടുക്കും. അതിനകത്ത് ഏറ്റവും കൂടുതൽ ലൈക്ക് ഇട്ടേക്കുന്ന ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് അങ്ങനെ നമ്മളെടുത്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വീഡിയോസ് ലൈക്കും ചെയ്തിട്ടേക്കുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക.
KPRP എന്ന് കാണാനായിട്ട് വന്നിട്ടുള്ളവരാണെങ്കിലും മസ്റ്റായിട്ട് നിങ്ങളുടെ ഇൻ ഗെയിം നെയിം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാനും മറക്കരുത്.